1TV ന്യൂസ് വോട്ടെത്തും മുൻപേ ഇന്നെത്തി നിൽക്കുന്നത് നമ്മുടെ വാണിയമ്പലത്താണ്. എന്തായാലും വോട്ടെത്തും മുമ്പേയിൽ ഇവിടെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് ചോദിക്കാം വികസന പ്രതീക്ഷകൾ, അവർ എന്തെല്ലാമാണ് ഉദ്ദേശിക്കുന്നത്, ആരാണ് നമ്മുടെ നാട്ടിൽ വിജയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വയനാട് മണ്ഡലത്തിലെ ആളുകൾ ആരുടെ കൂടെയെല്ലാം നിൽക്കും, അവരുടെ അടുത്തേക്ക് പോകാം. വരും. വയനാട് മണ്ഡലത്തിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്. AICCയുടെ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയാണ്. നമ്മൾ എത്ര ലക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ മത്സരം. ജയം തോൽവി ഞങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല. പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതിൽ ഇടത് LDFനൊക്കെ വളരെ വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ ഈ UP നിന്ന് ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ഈ മലയോരത്ത് എന്തുകൊണ്ട് മത്സരിക്കുന്നു എന്നുള്ള അതൊക്കെ ഒരു അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ മൊത്തം ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് വയനാട് വന്ന് അദ്ദേഹം മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അതിനോടൊപ്പം ഒരു ഒളിച്ചോട്ടം എന്നുള്ളതൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു സ്വഭാവം. അതെ, പല ആളുകളും പറയുന്നുണ്ട് അമേഠിയിൽ സ്മൃതി ഇറാനിയെ പേടിച്ചുകൊണ്ടാണ് വയനാട്ടിലേക്ക് വരുന്നത് എന്ന്. ആ ഒരു ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരിക്കലും അല്ലേ, സ്മൃതി ഇറാനിയെ പേടിച്ചുകൊണ്ടല്ല. ഇന്ത്യ രണ്ടായി കാണുന്നുണ്ട് ജനങ്ങൾ. അത് ഒന്നാണ് തെളിയിക്കാൻ വേണ്ടി ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒന്നാണ് തെളിയിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ഒരുമിച്ച് ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ AICCയുടെ അധ്യക്ഷൻ്റെ ഉദ്ദേശം. ഓക്കെ, നമ്മുടെ വാണിയമ്പലത്തേക്ക് എന്തെല്ലാം വികസനങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ അവരോട് പ്രതീക്ഷിക്കുന്നത്? വാണിയമ്പലത്തെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാണിയമ്പലത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമുകൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ മൈസൂർക്കുള്ള അടുത്ത പ്രൊജക്റ്റ് കാര്യങ്ങളും അതൊക്കെ ഞങ്ങൾ ജനസംഘോട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെയധികം ഇവിടുത്തെ വാണിയമ്പലത്തെ നാട്ടുകാരായ എല്ലാ ആളുകളും നല്ല പ്രതീക്ഷയിലാണ് രാഹുൽ ഗാന്ധി വരുമ്പോൾ. അത് എന്തൊക്കെയാണെങ്കിലും എത്ര കാര്യങ്ങളാണെങ്കിലും രാഹുൽ ഗാന്ധി എന്ത് വന്നാലും ഒരു 3 ലക്ഷത്തിൻ്റെ 4-5 ലക്ഷം വോട്ടിന് എന്തായാലും ഇവിടെ ജയിക്കേണ്ടതാണ്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് LDF ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ 2-3 വർഷമായി എല്ലാ കാര്യങ്ങളും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. പിന്നെ പ്രളയകാലത്ത് വന്ന സംഭവങ്ങൾ അതൊക്കെ നല്ല മന്ത്രി എടുത്തു പറയാവുന്ന ഒരു വികസനം എന്താണ്? ഡെവലപ്മെന്റ് നമ്മുടെ ഒരുപാട് എടുത്തു പറയാവുന്ന ആരോഗ്യപരമായിട്ട് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഭയങ്കര വികസനമുള്ളത്. ഇവിടെ അത്രയും ദൂരം യാത്ര ചെയ്യേണ്ട ട്രെയിൻ ഓടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന വികസനത്തെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത ഇതാണ് ഞങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് വാണിയമ്പലത്തിൽ ഇതൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. രാഹുൽ ഗാന്ധി വരുമ്പോൾ യുവജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നു എന്ന് പറയുന്നുണ്ട്. യുവജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലാണ്. എന്തൊക്കെയാണ് യുവാക്കളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്? യുവാക്കളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും ഇപ്പോൾ യുവാക്കൾക്ക് ഒരു മുൻഗണന രാഹുൽ ഗാന്ധി കൊടുക്കുന്നുണ്ട്. പിന്നെ വാണിയമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ ഫുൾ കോൺഗ്രസ്സുകാരാണ് വാണിയമ്പലം ഏരിയയിൽ നിന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നെഞ്ചങ്കോട് വഴിയില്ല ഒരു പാലം റെയിൽവേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ചെറുപ്പം മുതലേ കേൾക്കണം. ഞങ്ങൾ വാപ്പില്ല അന്ന് മുതലേ നെഞ്ചങ്കോട് വരുന്നില്ലേ ഞങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധി വരുമ്പോൾ ഞങ്ങൾക്ക് അത് ശരിയാവുന്നില്ല ഞങ്ങൾ കരുതുന്നുണ്ട്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്? ഗാന്ധി കുടുംബത്തിലെ 2 ആളുകളെ അവശേഷിച്ചുകൊണ്ടാണ് മറ്റുള്ളവർ യാത്രയായത്. ഗാന്ധി കുടുംബം യാത്രയായത്. ഒന്ന് രാഹുൽ ഗാന്ധി, ഒന്ന് പ്രിയങ്ക ഗാന്ധിയായി ഇവിടെ അവശേഷിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ യാത്രയായപ്പോൾ ഈ വയനാടിന് രാഹുൽ ഗാന്ധി ഇവിടെ സ്ഥാനാർത്ഥിയായതിൽ ഒരു സ്വപ്നമാണ്. എല്ലാ ആളുകളും വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കിക്കാവുകയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. വയനാട്ടിലേക്ക് വന്നത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഇതുവരെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ നിലക്ക് ഞങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് അടുത്ത ഗവൺമെൻറ് UP ഗവൺമെൻറ് തീർച്ചയായിട്ടും വരുമെന്നും അതേപോലെ തന്നെ വയനാട് മണ്ഡലത്തിൽ ഞങ്ങൾ പ്രതീക്ഷക്കൊത്ത് വികസനം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഒതായിലെ വീട്ടിലാണ് പിന്നെ പൊന്നാനിയിൽ പോയിട്ട് പ്രചരണം നടത്തുന്നത്. ഞാൻ രാഹുൽ ഗാന്ധിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാനാണ്. അദ്ദേഹത്തിന് ഒതായിലാണ് വോട്ട്. ഒതായിൽ അദ്ദേഹം വന്നിട്ട് രാഹുൽ ഗാന്ധിൻ്റെ കരങ്ങൾക്ക് നേരിട്ട് ശക്തി പകരും. പകരം ഇവിടുന്ന് PP സുനീർ പോയിട്ട് പൊന്നാനി പോയിട്ട് UP ബഷീറിന് വോട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. വയനാട് മണ്ഡലത്തിലെ വികസന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് പ്രവാസിയാണ് ഞാൻ. പിന്നെ കുവൈറ്റിൽ നിന്ന് ഇപ്പം ഇലക്ഷൻ്റെ ആവേശത്തിൽ നാട്ടിലെത്തി വോട്ട് ചെയ്യണം. അതായത് പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഞങ്ങളുടെ കാൻഡിഡേറ്റിന്
എത്രത്തോളം ഭൂരിപക്ഷം കൂട്ടിക്കൊടുക്കണം എന്നില്ല അതിൻ്റെ ആവേശത്തിലാണ് ഞങ്ങൾ കുറേ ആളുകൾ ഉള്ളത്. അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ വയനാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ മലബാർ മേഖലയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന മലയോര പ്രദേശമാണ്. അതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിൽ കിടക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇതിൻ്റെ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വികസന കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കരിപ്പൂർ എയർപോർട്ട്, അതുപോലെ നഞ്ചൻകോട് റെയിൽ പദ്ധതി, ഇതെല്ലാം ഞങ്ങളുടെ ഇതിലില്ല, ഞങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഞങ്ങളുടെ ഈ തലമുറയ്ക്ക് തന്നെ ഇതെല്ലാം വളരെ നല്ല രീതിയിൽ വികസിച്ച് വരുന്നത് കാണണമെന്നില്ല ആഗ്രഹമില്ല ആളുകളാണ്. ഈ എല്ലാ മുന്നണികളുടെയും പ്രവർത്തനങ്ങൾ, പ്രചരണങ്ങൾ എല്ലാം ഒപ്പത്തിനൊപ്പമായി മുന്നേറുകയാണ് വയനാട് മണ്ഡലം. എന്താണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത്? പ്രവർത്തനങ്ങൾ ഒപ്പത്തിനൊപ്പം അല്ല മുന്നേറിയത്. LDF സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് ഒന്നും രണ്ടും റൗണ്ട് പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷമാണ് UDF സ്ഥാനാർത്ഥിയുടെ അന്തിമമായ നിർണയം തീരുമാനിച്ചത്. അതിനുശേഷം പ്രചരണത്തിൽ ആരംഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വേറൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്നത് മുമ്പ് കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ മോഡിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ എല്ലാവരും യോജിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നീങ്ങുകയാണെങ്കിൽ തന്നെ മോഡിയെ പരാജയപ്പെടുത്തുന്ന ഒരു നീക്കം വരുമ്പോൾ കോൺഗ്രസിൽ മോഡിക്കല്ല, എന്തായാലും LDF ആ സമയത്ത് കോൺഗ്രസിൻ്റെയാണ് പിന്തുണ. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്നുള്ള അഭിപ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിന് ഉദാഹരണം കഴിഞ്ഞ പ്രാവശ്യം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് LDFിൻ്റെ പിന്തുണയോടുകൂടി UPA ഭരിച്ചിരുന്ന കാലത്താണ് ജനോപകാരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ പിടിച്ചു നിന്നത് തന്നെ മൻമോഹൻ സിംഗിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി LDFിൻ്റെ നയപരിപാടികൾ അംഗീകരിപ്പിക്കുക കൂടി ചെയ്തതുകൊണ്ടാണ് ആഗോള സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഇന്ത്യയിൽ ബാധിക്കാതിരുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഉത്ഭുതരായ കേരള ജനത എന്തായാലും LDFിൽ കൂടെ ഒരു മാറ്റം ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് വർഗീയ കക്ഷികളെ എതിർക്കുക എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധി ഇപ്പോൾ ഇവിടെ എതിർക്കുന്നത് ആരെയാണ്? LDFിനെയാണ് മെയിനായിട്ട്. ചിത്രത്തിൽ വരുന്നില്ല NDA. അപ്പോൾ LDFിനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാമായിരുന്നല്ലോ. ഇപ്പം പിന്നെ മോഡിക്കെതിരെയുള്ള രാജീവ് ഗാന്ധിയുടെ മുന്നേറ്റത്തിൽ LDF തടയിടുന്നു എന്നുള്ള ഒരു വാദം UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെ തിരിച്ചും ചോദിക്കാമല്ലോ. ഇവിടെ സ്ഥാനാർത്ഥിയുടെ നിർണയം ആദ്യം കഴിഞ്ഞു ആരുടെ? LDFിൻ്റെ. അത് കഴിഞ്ഞതിന് ശേഷം കുറേ കഴിഞ്ഞാണ് പിന്നെ UDF സ്ഥാനാർത്ഥി നിർണയം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യം തിരിച്ചും ചോദിക്കാം. മോഡിയെ എതിർക്കുന്നതിന് പകരം LDFിനെയാണോ കോൺഗ്രസ് എതിർക്കുന്നത് എന്ന് തിരിച്ചും ചോദിക്കാം. കാര്യത്തിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് വണ്ടൂർ ഭാഗത്ത് ഒരുപാട് ആഘോഷങ്ങളുടെ ഒരു സമയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലം ആരുടെ കൂടെ നിൽക്കും, ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതിലുപരി വയനാട് മണ്ഡലത്തിലാണ് ഇപ്പോൾ എല്ലാ അഖിലേന്ത്യാ തരത്തിലുള്ള മീഡിയ ശ്രദ്ധ മുഴുവൻ. ഇവിടെ എല്ലാ മുന്നണികളും കട്ടയ്ക്ക് പ്രചരണ പ്രവർത്തനങ്ങളും മുന്നിലുണ്ട്. ആര് വിജയിക്കും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ഇവിടെ വയനാട് മണ്ഡലത്തിൽ എല്ലാ കാര്യവും വിജയിക്കും. എത്രത്തോളമാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? വളരെ മെച്ചപ്പെട്ട പ്രവർത്തനം തന്നെയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ സ്ഥാനാർത്ഥിനെ നിർത്തുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റേതായിട്ടുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി. മറ്റു മുന്നണികൾ വലിയ വലിയ ആളുകളെ കൊണ്ട് നിർത്തുമ്പോഴും നമുക്ക് വിജയപ്രതീക്ഷ ഇപ്പോഴുമുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ എന്ത് പ്രവർത്തനങ്ങളൊക്കെയാണ് അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 4 നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ് ഇപ്പോൾ ജനതാദൾ. ജനതാദളിൻ്റെ കഴിഞ്ഞ കാലം UDFിൻ്റെ കൂടെ. അതുപോലെ തന്നെ CK ജാനു അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3 വർഷക്കാലത്തെ ഭരണ നേട്ടവും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നല്ല മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുകയും അതിൻ്റെ ഫലമായിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടെ വയനാട് മണ്ഡലത്തിൽ വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
എന്താണ് വയനാട് മണ്ഡലത്തിൽ അതിനെപ്പറ്റി ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ അത്രയും ആവേശത്തിലാണ് UDF, ഒരു കാലത്തില്ലാത്ത അത്ര ആവേശത്തിലാണ് UDF ഇപ്രാവശ്യം ഇവിടെ. ഞങ്ങളെ ദേശീയ നേതാവ്, അതിലുപരി ജനങ്ങൾ മൊത്തം അംഗീകരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇവിടെ തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു 3 ലക്ഷത്തിൻ്റെ മേലെ ഭൂരിപക്ഷം അയാൾക്ക് ഞങ്ങൾ ഇവിടെ നേടിക്കൊടുത്തു ഈ മണ്ഡലത്തിൽ നിന്ന്. പിന്നെ മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ കുപ്രചരണങ്ങളാണ്. LDFന് വിരുദ്ധമായിട്ടുള്ള ഒരു തരംഗം ഈ നാട്ടിലുണ്ട്. അതേമാതിരി അതിലുപരി പിന്നെ മോഡി സർക്കാരിനെതിരെ അതിഗംഭീരമായ ഒരു തരംഗം ഈ മണ്ഡലത്തിൽ കൂടെ ദൃശ്യമായി കാണുന്നുണ്ട്. അത് എന്തായാലും UDF ഇവിടെ തരംഗത്തോടുകൂടെ നല്ല ഭൂരിപക്ഷത്തോടുകൂടെ വിജയിക്കും. അതിൽ യാതൊരു LDFന് അനുകൂലമല്ലാത്ത പ്രതികൂലമായ ഒരു തരംഗമുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്താണ് LDFന് പ്രതികൂലമായി ഉണ്ടാകുന്ന ഒരു തരംഗം? LDFന് പ്രതികൂലമായിട്ടുള്ള തരംഗം ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. LDFന് അനുകൂലമായിട്ടുള്ള തരംഗം തന്നെയാണ് ഇപ്പോൾ വയനാട് മണ്ഡലത്തിലുള്ളത്. പല ആൾക്കാരും പറയുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കേരളത്തിന് അറിയാത്ത ഒരു നേതാവാണ്, അല്ലെങ്കിൽ കേരളത്തിലില്ലാത്തൊരു നേതാവാണ്. അത് ജനങ്ങളെ വിട്ടിയാക്കുന്ന ഒരു സംഭാഷണമായിട്ട് എനിക്കതിൽ കാണാനുള്ളൂ. ജനങ്ങൾ രാഹുൽ ഗാന്ധിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇവരാരെ പിന്നെ എന്ത് വിട്ടിത്തരായി പറയുന്നത്? ജനങ്ങളിവിടെ ജീവിച്ചു വളർന്ന് ജനങ്ങളല്ലേ. ഈ ഇന്ത്യ രാജ്യത്ത് ഏത് മണ്ഡലത്തിൽ പോയി മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ നരേന്ദ്രമോദി ഗുജറാത്തുകാരനാണ്, അയാൾ പോയി മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ശ്രീമതി ഇന്ദിരാഗാന്ധി ചിക്കമംഗളൂർ മത്സരിച്ചപ്പോൾ ഡോക്ടർ തമ്പി പോയി അവിടെ മത്സരിച്ച ആളാണ് മലയാളി. അതുകൊണ്ട് അതൊക്കെ കുപ്രചരണങ്ങളാണ്. രാഹുൽ ഗാന്ധിനെ കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ അറിയുന്നൊരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ എന്താ പറയുക, ഒരു തരം താഴ്ന്ന ഇതായിട്ട് ഞാനതിനെ കാണുന്നു. വേറൊരു കാര്യം പറയുന്നു, അമേഠിയിലെ സ്മൃതി ഇറാനി സ്മൃതിപ്പേടി കൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്. അത് അങ്ങനെയാണ് വെച്ചെങ്കിൽ അയാൾ അവിടെ മത്സരിക്കൂലല്ലോ. പേടിയാണെങ്കിൽ അവിടെ വിട്ടിങ്ങോട്ടല്ലേ വരേണ്ടത്. അയാൾ സ്മൃതി ഇറാനിനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം 1,07,000 വോട്ടിന് മോഡി തരംഗമുണ്ടായപ്പോൾ വിജയിച്ച മണ്ഡലമാണ് അവിടുന്ന് എന്തിനാ വിളിച്ചു കൊടുക്കുന്ന അയാൾ ഇപ്രാവശ്യം അയാൾ 2 ലക്ഷത്തിൻ്റെ മേലെ അവിടെ അമേരിക്കയിൽ ഭൂരിപക്ഷം ഉണ്ടാവും. അവിടെ ഉണ്ടാവും. ഇവിടെ 3 ലക്ഷത്തിൻ്റെ മേലെ ഞങ്ങൾ ഇവിടുന്ന് രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കൊടുക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ CPM-ന്റെ കൂടെ നിൽക്കുകയും നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അവർക്കെതിരായി അതാണ് അവരും ഞങ്ങളുമില്ല വ്യത്യാസം. ഞാൻ ഒരിക്കലും പറയുന്നത് എന്താ അറിയോ, രാഹുൽ ഗാന്ധി ഇവിടെ CPM-നെ ഇടതുപക്ഷത്തിന് അയാൾ ഒരു വാക്ക് പോലും അയാൾ വേണ്ടിയിട്ടില്ല. അയാൾ നഖസികാന്തം ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ഈ നരേന്ദ്രമോദിക്കെതിരാണ് അയാൾ വാനോളം പ്രസംഗിച്ച് നടന്ന എല്ലാ സോഷ്യൽ മീഡിയകളിലും എല്ലാ പൊതുയോഗങ്ങളിലും അയാൾ അത് മാത്രമേ പറയുന്നുള്ളൂ. അതന്നെ ഇവർക്കൊരു തിരിച്ചടിയായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ അയാൾ ഈ സർക്കാരിനെ പറ്റിയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ പറ്റിയോ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അയാൾ ദേശീയ രാഷ്ട്രീയം പറഞ്ഞിട്ട് വോട്ട് പിടിക്കും. ഓക്കെ, ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പാർട്ടി സുനീർ ജയിക്കുമെന്ന് പറയാനുള്ള ഒരു കാരണം എന്തൊക്കെയാണ്? അതന്നെ മെയിനായിട്ടുള്ള കാരണം. ഇടതുപക്ഷത്തിനെ കുറിച്ച് ഒന്നും പറയില്ല. ഇടതുപക്ഷത്തിനെ കുറിച്ച് UDFന് പറയാൻ കാര്യങ്ങളൊന്നുമില്ല. ജനക്ഷേമകരമായുള്ള ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെ കുറിച്ച് പറയുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ഇടതെത്താപ്പാണ്. ഇടതുപക്ഷത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളൊരു ചോയ്സ് ഇല്ല കേരളത്തിൽ. ഇതാ ഈ കാണുന്നതാണ് വാണിയമ്പലത്തെ റെയിൽപാലം. ഇവിടെയുള്ള ആളുകൾ എല്ലാം തന്നെ ഒരുപാട് പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. കാരണം നഞ്ചൻകോട് എന്ന് പറയുന്നത് എന്ന സ്വപ്നം എന്ന് യാഥാർത്ഥ്യമാകുമെന്നുള്ളത്. ഇത് യാഥാർത്ഥ്യമായി കാണാൻ തലമുറകളോളം കാത്തിരിക്കുന്നവരാണ് ഈ വാണിയമ്പലത്തുകാർ. എന്നെങ്കിലും ഒരു ദിവസം നഞ്ചൻകോട് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. അതിനുവേണ്ടി ഈ ഇലക്ഷൻ കാലത്ത് അവർ കാത്തിരിക്കുന്നത്. ആർക്കാണ് വോട്ട്, ആരാണ് ഭൂരിപക്ഷത്തോടെ ഇവിടെ നിന്ന് ജയിക്കാൻ പോകുന്നത്? ആര് ജയിച്ചാലും നഞ്ചൻകോട് എന്ന് പറയുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായി കണ്ടാൽ മാത്രം മതി. ക്യാമറമാൻ ദുർഗാദാസിനൊപ്പം 1TV ന്യൂസിന് വേണ്ടി റോജി.